السلام عليكم ورحمة الله. مرحبا بكم يا أحبائي. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ 5th യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. 4th യൂണിറ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മൾ പുതിയ പാഠം തുടങ്ങുകയാണ്. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എങ്കിൽ നമുക്ക് പുതിയ പാഠം പഠിക്കാം. എന്താണ് പുതിയ യൂണിറ്റിൻ്റെ പേര്? എല്ലാവരും ഒന്ന് നോക്കിക്കേ. അൽ വഹ്ദ അൽ ഖാമിസ. യൂണിറ്റ് 5 ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? ത്വാം. ഒന്നാമത്തെ പാഠം അതാണ്. 2 ഇസ്മി നഹ്ല. 3 ഹദീഖത്തുൻ ജമീല. എങ്കിൽ നമുക്ക് പഠിച്ചാലോ? ഒന്നാമത്തെ പാഠം നോക്കിക്കേ. ആദ്യം നമുക്ക് ഹെഡിങ് വായിച്ചു നോക്കാം. ത്വാം. ത്വാം എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണം എന്നാണല്ലേ. ത്വാം എന്ന് വെച്ചാൽ ഫുഡാണ്. ഇവിടെ ആരാണ് ഫുഡിന് വേണ്ടി കരയുന്നത്? ചിത്രം നോക്കിക്കേ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളാണല്ലേ. അവർ കൂട്ടിലിരിക്കുന്നതാണല്ലേ നമ്മൾ കാണുന്നത്. അവർ ഭക്ഷണത്തിന് വേണ്ടി കരയുകയാണ്. ഒരു ദിവസം ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ ഭക്ഷണം തേടി പോവുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഭക്ഷണവുമായി തിരികെ വരുന്നത് കാത്തിരിക്കുകയാണ്. അവരുടെ അമ്മ ഭക്ഷണം തേടി പോയതാണല്ലേ. അവര് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് വിശന്ന് കരയുകയാണ്. ത്വാം. എല്ലാവരും ഒന്ന് വായിച്ചേ. കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാണ് കരയുന്നത്? ത്വാം. ഫുഡ് എന്ന് പറഞ്ഞാണല്ലേ അവർ കരയുന്നത്. എങ്ങനെയാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ കരയുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ആ ശബ്ദം ഒന്നുണ്ടാക്കിയേ. എന്നിട്ട് അവർ എന്ത് പറഞ്ഞാണ് കരയുന്നത്? എല്ലാവരും വന്നത് വായിച്ചേ. ത്വാം. വെരി ഗുഡ്. ഫുഡിന് വേണ്ടി കരയുകയാണല്ലേ. നമ്മളും വിശന്നാൽ അങ്ങനെയല്ലേ ഭക്ഷണം ചോദിച്ച് കരയാറില്ലേ? നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ അമ്മയോടാണല്ലേ ചോദിക്കാറ്. പിന്നെയോ ഇനി എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു പക്ഷിക്കുഞ്ഞ് പറയുകയാണ്, അന ജവാൻ. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ വിശന്നിരിക്കുകയാണ്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയാണ് പക്ഷിക്കുഞ്ഞ്. ഉമ്മ എപ്പോഴാണ് വരിക? അന ജവാൻ മത്താ തജീഉൽ ഉമ്മു. ഉമ്മ ഭക്ഷണം തേടി പോയതാണല്ലേ. ഉമ്മ എപ്പോഴാണ് ഭക്ഷണവുമായി തിരികെ വരിക? അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കുഞ്ഞെന്താണ് പറയുന്നത്? ലാ തബ്കി ഉമ്മുനാ തജീ. ലാ തബ്കി, കരയണ്ട. കൂടെയുള്ള പക്ഷിക്കുഞ്ഞ് സമാധാനിപ്പിക്കുകയാണല്ലേ. ലാ തബ്കി, കരയണ്ട. ഉമ്മുനാ തജീ, നമ്മുടെ ഉമ്മ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണല്ലേ. അന്നേരമാണ് ഇവരിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത്. ആരാണ് കേട്ടത്? ചിത്രത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, ആരാണ് കേട്ടത്? തേനീച്ച അന്നേരം ഇവരെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നത് കേൾക്കുകയാണ്. തേനീച്ചയ്ക്ക് നമ്മൾ എന്താണ് പറയുക? നെഹ്ല. നെഹ്ല എന്ന് വെച്ചാൽ തേനീച്ച. ചിത്രം നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞേ, നെഹ്ല. നെഹ്ലാണ് തേനീച്ച. തേനീച്ചയാണല്ലേ അന്നേരം ഇവരുടെ കരച്ചിൽ കേട്ടത്. എന്നിട്ട് തേനീച്ച എന്ത് ചെയ്തു? നമുക്ക് നോക്കിയാലോ. തേനീച്ച എവിടെയാണ് ഇരിക്കുന്നത്? അതൊന്നും എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ. അല വർദത്തിൻ നെഹ്ല. ഒരു റോസ് ഫ്ലവറിൻ്റെ മേലെയാണല്ലേ തേനീച്ച ഇരിക്കുന്നത്. എല്ലാവരും ചിത്രം നോക്കിക്കേ. കണ്ടില്ലേ? റോസ് ഫ്ലവറിൻ്റെ മേലെയല്ലേ തേനീച്ച ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ കരച്ചിൽ കേട്ടിട്ട് തേനീച്ച ഈ പക്ഷി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. തേനീച്ചയ്ക്ക് പാവം തോന്നിയിട്ടുണ്ടാവുമല്ലേ അവർ വിശന്ന് കരയുന്നത് കേട്ടപ്പോൾ. അങ്ങനെ സങ്കടം തോന്നിയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ലാ തഹ്സൻ ഇൻദി അസ്ൽ. നല്ല തേനീച്ചയാണ്. തേനീച്ച പറയുകയാണ്, ലാ തഹ്സൻ, വിഷമിക്കേണ്ട. ഇൻദി അസ്ൽ. അസ്ലിന് എന്താണ്? അസ്ൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. അസ്ൽ എന്നാൽ തേന്, ഹണിയാണ് കേട്ടോ. അസ്ൽ എന്നാൽ ലാ തഹ്സൻ, ആരും വിഷമിക്കേണ്ട. ഇന്ദി അസ്ൽ, എൻ്റെ അടുത്ത് തേനുണ്ടല്ലേ. തേനീച്ചകളുടെ അടുത്ത് നിന്നല്ലേ നമ്മൾ തേൻ ശേഖരിക്കുന്നത്. തേനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. തേനിൻ്റെ ടേസ്റ്റ് എന്താണ്? നല്ല മധുരമാണല്ലേ. നല്ല രുചിയാണ് കഴിക്കാൻ.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അങ്ങനെ തേനീച്ചയുടെ അസല് ആർക്കാണ് നൽകുന്നത്? പക്ഷിക്കുഞ്ഞുങ്ങൾക്കാണല്ലേ. തന്ന ചിത്രം നോക്കിക്കേ. വർദ്ധത്തുൻ അസലുൻ. വർദ്ധത്തുൻ എന്ന് വെച്ചാൽ ഫ്ലവർ, അസലുൻ തേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ പെട്ടെന്ന് വന്നത്. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? അഫ്രാഹ്. അഫ്രാഹാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ. ഉമ്മുൽ അഫ്രാഹ് പെട്ടെന്ന് തന്നെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താണ് ആ പക്ഷിയുടെ കയ്യിലുള്ളത്? എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞേ. ഐനബാണല്ലേ. ഐനബ് എന്ന് വെച്ചാൽ മുന്തിരി. അങ്ങനെ ഗ്രേപ്സ് ആയിട്ടാണ് പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ വന്നത്. തൻ്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടാകുമെന്ന് കരുതി വേഗം വന്നതാണല്ലേ. അപ്പോഴെന്താണ് കണ്ടത്? അതാ നെഹ്ലാണല്ലേ തൊട്ടടുത്ത് നിൽക്കുന്നത്. പക്ഷിക്കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഒരു നെഹ്ല നിൽക്കുന്നതാണ് ആര് കാണുന്നത്? പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ കാണുന്നത്. അന്നേരം എന്താണ് പറയുന്നത്? പക്ഷിക്കുഞ്ഞിൻ്റെ അമ്മ എന്താണ് നെഹ്ലയോട് പറയുന്നത്? മസാ ഉൽ ഖൈർ, മസാ ഉൽ ഖൈർ. അന്നേരം നെഹ്ല എന്ത് റിപ്ലൈ ചെയ്തു? മസാ ഉൻ നൂർ. മസാ ഉൽ ഖൈർ എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ഈവനിങ്. മസാ ഉൻ നൂർ, ഗുഡ് ഈവനിങ്. അങ്ങനെ അവർ രണ്ടുപേരും ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞല്ലേ. എങ്കിൽ ചോദിക്കട്ടെ, നമ്മൾ ഗുഡ് മോർണിംഗിന് എന്തായിരുന്നു പഠിച്ചത്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ. ഗുഡ് മോർണിംഗ് എന്നതിനെ നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ. വെരി ഗുഡ്. സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ എന്താ റിപ്ലൈ പറയുക? സബാഹുൽ നൂർ. ഗുഡ് ഈവനിങ് ആകുമ്പോൾ മസാ ഉൽ ഖൈർ, മസാ ഉൻ നൂർ. ഈ വാക്കുകളെല്ലാം എല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. പഠിക്കുന്ന വാക്കുകളെല്ലാം പറഞ്ഞെങ്കിലേ നമുക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകില്ലേ. ഉമ്മുൽ അഫ്രാഹ് എന്നാണ് പറയുന്നത്. പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നു, നഅകുലുൽ ഐനബ, നമുക്ക് മുന്തിരി കഴിക്കാം. ഐനബ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേപ്സ്. നഅകുലുൽ ഐനബ, നമുക്ക് മുന്തിരി കഴിക്കാം. അങ്ങനെ അവരെല്ലാവരും മുന്തിരി കഴിച്ചല്ലേ. പിന്നെ നെഹ്ല എന്താണ് പറയുന്നത്? ഫഖാലത്തിൻ നെഹ്ല നഷ്റബുൽ അസ്ല, നഷ്റബുൽ അസല. അസൽ എന്തായിരുന്നു? അസൽ എന്ന് വെച്ചാൽ തേൻ. അങ്ങനെ നെഹ്ല എന്താണ് പറയുന്നത്? നമുക്ക് തേനും കുടിക്കാം. അങ്ങനെ അവർ മുന്തിരിയും തേനും കഴിച്ചല്ലേ. മുന്തിരി കഴിച്ചിട്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ എന്താണ് പറയുന്നത്? ഐനബുൻ ലദീദ്, ഐനബുൻ ലദീദ്. നല്ല ടേസ്റ്റുള്ള മുന്തിരി, അല്ലെങ്കിൽ നല്ല രുചിയുള്ള മുന്തിരി എന്നാണല്ലേ അവർ പറയുന്നത്. അപ്പം നെഹ്ല എന്താണ് പറയുന്നത്? ജസാക്കുമുള്ള, ജസാക്കുമുള്ള എന്ന് വെച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ഒരാൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നൽകിയാലോ എന്തെങ്കിലും സഹായം നൽകിയാലോ നമ്മൾ എന്താണ് പറയുക? ജസാക്കുമുള്ള, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. നമ്മൾ താങ്ക് യു പറയുന്ന പോലെ പറയേണ്ട വാക്കാണ്. ഇനി എല്ലാവരും കൂട്ടുകാരോട് ഇങ്ങനെയല്ലേ പറയുക? ഇപ്പം നമ്മൾ ഏതെല്ലാം വാക്കുകൾ പഠിച്ചു? മസാ ഉൽ ഖൈർ, മസാ ഉൻ നൂർ. പിന്നെയോ ജസാക്കുമുള്ള. ജസാക്കുമുള്ള എന്ന് വെച്ചാൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നൽകിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം നൽകിയാലോ നമ്മൾ ജസാക്കുമുള്ള എന്ന് പറയണം. നീ എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് ഉമ്മുൽ അഫ്രാഹ് കുട്ടികൾക്ക് നൽകിയത്? പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മ എന്താണ് കൊണ്ടുവന്നത്? ഐനബുൻ. വെരി ഗുഡ്. ഗ്രേപ്സ് ആണല്ലേ നൽകിയത്. നെഹ്ല എന്താണ് നൽകിയത്? നെഹ്ല ഹസലാണല്ലേ നൽകിയത്. ഗ്രേപ്സ് അല്ലേ നൽകിയത്. ഇനി എല്ലാവരും ഈ ചിത്രം നോക്കിക്കേ. നഖ്റഉ, നമുക്ക് വായിക്കാം. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഗ്രേപ്സ് ആണല്ലേ. ഗ്രേപ്സിനെ നമ്മൾ എന്താണ് പഠിച്ചത്? ഐനബുൻ, ഐനബുൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഐനബുൻ ഗ്രേപ്സ്. പിന്നെ വർദ്ധത്തുൻ റോസ്. ഇനി അടുത്ത വർക്ക് എന്താണ്? നഖ്റഉ വനുക്മിലു, നമുക്ക് വായിക്കാം, നമുക്ക് ഫില്ല് ചെയ്യാം. ചിത്രത്തിൽ തന്നത് എന്താണ്? ഗ്രേപ്സ് ആണല്ലേ. ഗ്രേപ്സിൻ്റെ വാക്ക് നമ്മൾ എന്താ പഠിച്ചത്? ഐനബുൻ. എങ്കിൽ ആ ഐനബുൻ്റെ ഐൻ അവിടെ എഴുതിക്കേ. ഐൻ കെസ്ര ഐനബുൻ. അടുത്തത് നോക്കിക്കേ. അടുത്ത ചിത്രത്തിൽ എന്താണ്? വർദ്ധത്തുൻ. വാ ഫതഹ വർദ്ധത്തുൻ. എങ്കിൽ എല്ലാവരും ആ വാ ഫതഹ എടുത്ത് എഴുതിക്കേ. ആ ബ്ലൂ കളറിലുള്ളതാണ് വാ ഫതഹ.
എങ്കിൽ എല്ലാവരും അതെടുത്ത് എഴുതി കംപ്ലീറ്റ് ആക്കിക്കേ. നുലൗവിനു നമുക്ക് കളർ കൊടുക്കാം. താഴെ തന്നിട്ടുള്ളത് ഐൻ എന്ന ആൽഫബറ്റാണ്. ഐൻ എന്ന ആൽഫബറ്റ് പല സന്ദർഭങ്ങളിലും ഒരു വാക്കിൻ്റെ ആദ്യത്തിൽ വന്നാലും രണ്ടാമതായി വന്നാലും മൂന്നാമതായി വന്നാലും ഇനി അവസാനം വന്നിരുന്നാലും എങ്ങനെയാണ് അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നതെന്നാണ് നോക്കുന്നത്. എല്ലാവരും വാക്കുകൾ ശ്രദ്ധിച്ചേ. എന്നിട്ട് അതനുസരിച്ച് ഐനിന് എല്ലാവരും നിറം നൽകുക. എല്ലാവരും വർക്ക് ബുക്കിലെ ഭാഗങ്ങളും കൂടെ എഴുതി നോക്കണേ. വർക്ക് ബുക്കിൽ നമുക്ക് ഐൻ എഴുതാനുണ്ട്, അതും എല്ലാവരും എഴുതി നോക്കണം. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കുക. വാക്കുകളെല്ലാം പഠിക്കുകയും അത് നിങ്ങളുടെ സംസാരത്തിൽ ഉപയോഗിക്കുകയും വേണം. നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. അത് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരിക. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.